ആണോ? അതെപ്പോഴാ കണ്ടിച്ചേ? മമ്മി എപ്പോഴാ കണ്ടിച്ചേ? കണ്ടിച്ചത് നല്ലതല്ലേ? അത് നേരമല്ല, അമ്മച്ചി ശരിക്കും കണ്ടിക്കാൻ സമ്മതിച്ചില്ലെന്നാണല്ലോ കേട്ടോ. കെട്ടാനും മേലെ ഒന്നും വരാം. ആ ദേ ഇത്രയും കണ്ടിച്ചിടണം, അപ്പൊ പിന്നെ കുഴപ്പമില്ല, ചൂടും എടുക്കത്തില്ല. അത് പിന്നെ വളർന്നോളും. അതിപ്പോ വളരുന്ന കാലല്ലേ. തലമുടി എന്ന് പറയുന്നത് വലിയ ഇതാണോ? എന്റെ തലമുടി നോക്കിയേ, വല്ലതും ഉണ്ടോ? ആ പോണെന്നേ, എനിക്കിന്ന് ഫ്ലൈറ്റാ. ഇന്ന് തിരിച്ചു പോവല്ലേ? ഇന്നേ ഞാൻ തിരിച്ചാണെങ്കിൽ അങ്ങോട്ട് പോവാ. തമ്പിയങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയണോ? ടെസി ആന്റിയോട് എന്നാ പറയണം? പിന്നെ ടിഫിനിയോടോ? ടിഫിനി കോളേജിലല്ലേ? ആ ആ അതിന് ടിഫിനിയോട് എന്നാ പറയണ്ടേ? കോളേജിലാ. അതെന്നെ, എന്തെങ്കിലും പറയണോ? ഞാൻ ഇപ്പൊ അവിടെ ചെല്ലും. തമ്പിയങ്ങളെ എന്നെ വന്ന് കൊണ്ടുവരാൻ പോയെന്നെ. ആ എന്തെങ്കിലും പറയണോ? ആർക്കാ? ആ ടിഫിനി നമുക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും നോക്കാം. ആ ടിപ്പാനി ജോണിയോട് എന്നാ പറയണ അമ്മച്ചി? അവൾക്ക് വലിയ കാര്യമായിട്ട് മലയാളം അറിയത്തില്ല കേട്ടോ. ഇപ്പൊ ടോണിയക്ക് വലിയ കാര്യമായിട്ട് മലയാളം അറിയത്തില്ല. ഹാ അമ്മച്ചി ഇടയ്ക്കൊന്നും വർത്താനം പറയണ്ടേ അവളോട്? ടീനയ്ക്ക് ഒട്ടും അറിയത്തില്ല. പക്ഷെ ടീന ആണെങ്കിൽ ഇച്ചിരി പഠിക്കുന്നുണ്ട് ഇപ്പം. ഇടയ്ക്കിടയ്ക്കൊക്കെ വർത്താനം പറയുമ്പോ പിന്നെ ഇടയ്ക്കൊക്കെ മിണ്ടുന്നുണ്ട്. പിന്നെ ഇച്ചിരോടെ അറിയാം. എനിക്ക് തോന്നുന്നു ടോണിയേക്കാളും ഇച്ചിരോടെ ആണെങ്കിൽ ടീനയ്ക്ക് അറിയാമെന്ന് തോന്നുന്നു. അതെന്നേ, അമ്മച്ചിയാണെങ്കിൽ ഇടയ്ക്ക് വിളിക്കുമ്പോഴത്തേക്ക് മലയാളത്തിൽ വർത്താനം പറ. ഞമ്മള് ഈ ഇംഗ്ലീഷില് പടപടാന്നും പറഞ്ഞോണ്ട വർത്താനം പറയുന്നേ. ഇല്ലെന്നേ, അമ്മച്ചിക്ക് തിരിച്ചാ അവളെപ്പോഴും വർത്താനം പറയുമ്പോ. അല്ല അമ്മച്ചിക്ക് തിരിഞ്ഞായിരുന്നോന്ന് അവളെപ്പോഴെങ്കിലും വർത്താനം പറഞ്ഞപ്പോ. ആ അവിടെ വെച്ചേ, അല്ല ഇവിടെ ഫോണിൽ വല്ലതും വിളിച്ചപ്പോ. ഒന്നും തിരിഞ്ഞില്ല. പിന്നെ ഉഷസിനോട് എന്തെങ്കിലും പറയണോ? ഉഷസിനെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണും. അല്ല ഞാൻ ഇന്റർനെറ്റിൽ കൂടെ കാണും. കമ്പ്യൂട്ടർ വഴി. എന്നാ പറയണ്ടേ? ആ ഉഷസ് ഇവിടെ വന്നിട്ട് പോയില്ലായിരുന്നോ ഇങ്ങോട്ട്? അമ്മച്ചിയൊക്കെ കണ്ടില്ലായിരുന്നോ കുറച്ചാൾ മുമ്പ്? ആ വന്നായിരുന്നോ? വന്നിട്ട് പോയായിരുന്നല്ലോ. ആ അതെ, അവള് വല്ലതും കൊണ്ടുവന്നാണോ? ആണോ? അമ്മച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ക്ഷീണാണോ? ആണോ? ഓ കാലിന് വേനയുണ്ടല്ലേ? ഓക്കെ. ഞാനിപ്പോ ആണെങ്കിൽ തലമുടിയൊക്കെ ആണെങ്കിൽ എണ്ണിക്കൊണ്ടിരിക്കുവേ. തലമുടി ആണെങ്കിൽ ഒട്ടും ഇല്ല. തലമുടി പൊഴിയോ എല്ലാ ദിവസവും. ഇതിപ്പോ എന്നാ പറ്റിയെന്ന് തമ്പിയങ്ങളുടെ അറിയത്തില്ലേ എങ്ങനെയാ ഇരിക്കുന്നതെന്ന്? ഏകദേശം ഇനിയിപ്പം കുറച്ച് വർഷം കൂടി കഴിയുമ്പോഴത്തേക്ക് അതുപോലെ ആകുമായിരിക്കും. അതെ, പാരമ്പര്യമായിട്ടുള്ളതല്ലേ. അവിടെ ഉണ്ടെന്നേ. ഇവിടെ ഉണ്ട്. ഇപ്പൊ ഒന്നും എടുക്കണ്ട അമ്മായി. പതുക്കെ മതി.
സൂക്ഷിച്ചു വേണം. ഇനിയിപ്പോ എന്നാ സൂക്ഷിക്കാനാ? സൂക്ഷിച്ചു വേണം സ്നോയ്ക്കകത്തൊക്കെ പോകാൻ നോക്കാനുള്ളത്. അതൊക്കെ പറഞ്ഞാലേ. അമ്മച്ചി പറ. അമ്മച്ചി പറ. ഞാനാണെങ്കിൽ ഇത് കാണിച്ചേക്കാം അങ്ങോട്ട്. വീഡിയോ എടുക്കാം. വീഡിയോ അമ്മച്ചി പറഞ്ഞോ. ചേച്ചിയോടെ നീ കൈ എന്നാ ഇനി വരാൻ പറ. ഏതായാലും കൈ ഇതായിട്ടിരിക്കുവോ അല്ലേ? ആ ഇവിടെയാണെങ്കിലേ വലിയ ടീമുകാരോ ടോണിയായോട് ഇച്ചിരി മലയാളം പറയാൻ പറ. ടീനാച്ചി എന്നാ എടുക്കണേ പാവം, വണ്ണയില്ലല്ലേ? അമ്മച്ചിയെ നോക്കിയേ, കണ്ണാടി കുറച്ച് നാളായിട്ട് അമ്മച്ചിയുടെ സെയിം ഇതാ പാവം. അവളിങ്ങനെ സ്കൂളിൽ നന്നായിട്ട് പഠിച്ചുകൊണ്ടൊക്കെ പോകുന്നു. ടീനാപ്പി പഠിക്കുന്നുണ്ടോ പിള്ളേര്? പിന്നെ അവരെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ജോണിയായിട്ട് കോളേജിൽ പോകുന്നതിന് മുമ്പ് നന്നായിട്ട് പഠിച്ചോളാൻ പറ. ടോണിയ നല്ലപോലെ പഠിച്ചോണം കേട്ടോ. അവള് നഴ്സിങ്ങിന് പോകാനായിട്ടാ പ്ലാൻ ഇട്ടിരിക്കുന്നത്. നഴ്സിങ്ങിനോ? നഴ്സിങ്ങിന് പോകുന്നതല്ലേ നല്ലത്? അങ്ങനെയാകുമ്പോ അമ്മച്ചിയെ നോക്കാം. അവളിപ്പോ അമ്മച്ചിക്കുട്ടാന്നും പറഞ്ഞുകൊണ്ട് വല്ലതും വിളിക്കാറുണ്ടോ? അതോ മറന്നുപോയോ? അവള് മറന്നുപോയോ? അതോ അമ്മച്ചിക്കുട്ടാന്ന് ഇടയ്ക്ക് വിളിക്കാറുണ്ടോ? ആണോ? വിളിയൊക്കെ നിന്നോ? അവളുടെ വിളിയൊക്കെ നിന്നോ ടോണിയുടെ? ഇല്ലേ? വിളിക്കുന്നില്ലേ? അതൊന്നുമില്ല 3 പേർക്കും ഒന്നുമില്ല. എന്നാ അവളെ ഒന്ന് കാണണല്ലോ. കാണുമ്പോഴത്തേക്കും ഞാൻ പറയുന്നുണ്ട്. പറഞ്ഞേക്കാം. അമ്മായി എന്നാ ഉണ്ടാക്കുന്ന അമ്മായി? ഓ അങ്ങനെയൊന്നുമില്ല. അത് പാപ്പയെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ഇവിടെയല്ല ഇങ്ങോട്ടാണ് പാപ്പായി. ഇതാരാ പാപ്പായി? വലിയ സന്തോഷമായി. പാപ്പായ്ക്ക് എണീക്കാൻ പറ്റുമോ? പാപ്പ കടന്നോ. എണീറ്റിരിക്കാൻ കുഴപ്പമൊന്നുമില്ല. ആണോ? നിങ്ങളിപ്പോ കടത്തിരുന്നല്ലേ? അവിടുന്ന് വന്നാ പാപ്പായ. പതുക്കെ സൂക്ഷിച്ചു കേട്ടോ പാപ്പായ. പതുക്കെ, കുഴപ്പമില്ല പതുക്കെ. മറ്റേ തന്നെ ഇരിക്കാൻ വയ്യ. ആണോ? അവിടെ ഇപ്പൊ ഇങ്ങനെ ഈ വേഷത്തിലൊക്കെ അതിന് കുഴപ്പമില്ല. പാപ്പ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. വീഡിയോ എന്റെ പല്ലെടുത്ത് നോക്കട്ടെ. നീ അവിടെ ഇരിയ. ഓ എന്നാ പല്ലില്ലേ ഇപ്പം? പല്ലില്ലേ? അല്ല ഒന്നും വേണ്ട കുഴപ്പമില്ല. ആണോ? ഓ പാപ്പായി നല്ല മിടുക്കനായിട്ടാണല്ലോ ഇരിക്കുന്നത്. അന്ന് മഴ ധാരാളം ഉണ്ടായിരുന്നു. നീ എപ്പോഴാ വൈകുന്നേരം വന്നോ? ഇല്ല ഞാനാണെങ്കിൽ ഞായറാഴ്ച വൈകുന്നേരം വന്നായിരുന്നേ. ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച വന്നു. പിന്നെ മറ്റേ കല്യാണത്തിന്റെ ഇതൊക്കെ ആയിട്ടേ ഓരോ ഇതായിരുന്നു.
അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇന്ന് രാത്രി പോണം പാപ്പായി. ഇന്ന് രാത്രി പോവാ ഞാൻ. കുറച്ച് ദിവസത്തേക്ക് 5-6 ദിവസത്തേക്ക് മാത്രമേ വന്നേ. അല്ല പാപ്പായെ കാണാനായിട്ടാ. ശരിക്കും അതെ. പാപ്പായനെ അമ്മച്ചിനെ കല്യാണം ചിലപ്പോഴുള്ളൂ വരത്തില്ല എന്നും പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. കഴിഞ്ഞ അമ്മച്ചി ലവണായി. അത് പകല് ഉറക്കം, രാത്രി മുഴുവൻ കാലിന് വേദന. അങ്ങനെ 2 കിടങ്ങൂർ ആശുപത്രിയിലും കുടുംബത്തിലുള്ള ഡോക്ടറെ ഒക്കെ കണ്ടിട്ടൊന്നും പ്രയോജനമില്ല. എന്നിട്ട് പിന്നെ ഒരു ഡോക്ടർ സ്ത്രീയുണ്ട്, ഗ്രേസിക്കുട്ടി, അവളെ കണ്ടു. അവളുടെ ചികിത്സയിലായപ്പോഴാണ്. അപ്പൊ മാതാ ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം അവിടെ അഡ്മിറ്റ് ചെയ്തു. വന്നിട്ട് 3-4 ദിവസമായുണ്ട്. ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഇപ്പൊ ഉറങ്ങുന്നുണ്ട്. പിന്നെ 94 വയസ്സായി. 100 വയസ്സ് എനിക്ക്. ഇനിയും കിടക്കുന്ന വർഷങ്ങള്. എന്നത് ഇനി സ്ഥലം വിട്ടേക്കുന്നത്. അങ്ങനെയൊന്നുമില്ല പാപ്പായി. അതെന്തേ ഈ ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ ഈ ഇരിപ്പും കിടപ്പുമായിരുന്നാൽ എന്താ വിശേഷം? എന്നാലും പിന്നെ എന്താ ചെറിയ വിശേഷം? സുഖം തന്നെ പാപ്പായി. എന്താ പോകുന്നേ? ഞാൻ ഈ മാസം 24-ന്. ഈ 24 ഇനി 2 ആഴ്ചയും കൂടെ. 2 ആഴ്ച അല്ലേ? 2 ആഴ്ച. 24-ാം തീയതി വരെ ഉണ്ട്. 24-ാം തീയതി വരെ. ഞാൻ നേരത്തെ വരണമെന്ന് വിചാരിച്ചാ. പക്ഷെ ഓരോ പരിപാടികളൊക്കെ ആയിട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചെയ്യാവോ ഇത് ചെയ്യാവോ എന്നൊക്കെ ഓരോന്നിൻ്റെ ഇതൊക്കെ ആയിട്ട് ലീവ് ആണെങ്കിൽ ലീവ് കിട്ടാത്തതിൻ്റെ അല്ല, പണി ഒത്തിരി ഉണ്ട്, ജോലി ഒത്തിരി ഉണ്ട്. അപ്പൊ ഇപ്പൊ ആണെങ്കിൽ അവധി എടുത്ത് പോകുന്നാല് പ്രശ്നം എന്താന്ന് പറഞ്ഞാല് ഞാൻ തിരിച്ചു ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കര പണിയായിരിക്കും. അത് കാരണം പാപ്പേ. സജം വരത്തില്ല, ഇപ്പം വരത്തില്ല. ഞാൻ ഇങ്ങനെ അവരോടിങ്ങനെ പറയുന്നു. അവനിപ്പം സമയം കിട്ടുമ്പോ എങ്ങനെയാന്നാ ഞാനൊന്ന് ആരോട് പറഞ്ഞു. ഒരു പെണ്ണ് നമ്മുടെ ഈ BCM കോളേജിലൊരു പ്രൊഫസറുണ്ടല്ലോ, നമ്മുടെ ചക്കങ്കാൽ ചാക്കോച്ചന്റെ മകള്. അവളുടെ ഒരു മകൾ എഞ്ചിനീയറിംഗ് പാസ്സായി വെച്ചിട്ട് ന്യൂയോർക്കിലുണ്ട്. അവളുടെ അമ്മാച്ചനും ഭാര്യയും അവിടെയുണ്ട്. ഇവിടെ വാഷിങ്ടണില്. ഇവരുടെ അമ്മ ഇവിടെ BCM കോളേജിലാണ്. സുഖം തന്നെ പാപ്പായി. നീ ഓഫീസ് വർക്ക് തുടങ്ങിയോ? ഉണ്ട്, അവിടെ വർക്കുണ്ട്. അപ്പൊ റെസ്റ്റ് എടുക്കാൻ നേരമില്ലേ? ഇല്ല, അധികം ഇല്ല. അധികം നേരം ഇല്ല. ജോലിക്കാരിയാ. എത്ര സമയമുണ്ട് ജോലി? അത് രാത്രി വൈകുന്നേരമാണ്. ഇത് വൈകുന്നേരം. ഇവിടുത്തെ സമയം വൈകുന്നേരം. ഇവിടുത്തെ സമയം അവിടെ നമുക്ക് ഡേ ടൈമിലാ. ഇവിടെ വൈകുന്നേരം 6:30 മുതൽ രാത്രി 2:30 വരെ. ഇവിടെ ഉള്ളപ്പോഴും ഇടയ്ക്ക് ജോലി ചെയ്യുവേ. അന്നേരം ഇവിടുത്തെ വൈകുന്നേരം 6 മണിക്ക് തുടങ്ങണം. അങ്ങനെയാ. പാപ്പ ഇനി അങ്ങോട്ട് വരുന്നുണ്ടോ അമേരിക്കക്ക്? ഇനി ഇവിടെ സ്ഥലം വിട്ടാൽ അകലെ പോവും. അകലെ നമുക്ക് അകലെ എന്ന് പറയുന്ന അമേരിക്ക. അകലെയാ വന്ന് പോയതായ ന്യൂയോർക്കിലെ ന്യൂജേഴ്സി. ഇന്നലെ ഒരു ന്യൂസ് കേട്ടു. തമ്പിയുടെ വൈഫിന്റെ ടെസിയാൻഡിയുടെ കൈ ഒടിഞ്ഞിരിക്കുക. ഇന്നലെ പറഞ്ഞേ. കയ്യിൽ എവിടെയാ ഒടിഞ്ഞേ? ഇവിടെ കൊഴയാ.
കുഴയും പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ എങ്ങാണ്ട് ഒടിയോനും കൂടി ചെയ്തെന്ന് തോന്നുന്നു. 2 സ്ഥലത്ത് ഒടിഞ്ഞു. അത് തെന്നി വീണതാ. ഐസായിരുന്നേ. സ്നോ ഇല്ലേ, മഞ്ഞ് പെയ്ത് കഴിഞ്ഞപ്പം അത് ഐസായി പോയി തണുപ്പ് കാരണം. അത് അലുത്തത് ഐസായാണെങ്കിൽ അതിന്റെ മുകളിൽ തെന്നിയാണെങ്കിൽ വീണപ്പോഴത്തേക്കും കൈ കുത്തി വീണതാ. കൈയല്ലേ ആദ്യമേ നമ്മളാണെങ്കിൽ അങ്ങ് വെക്കുന്നേ. അതുകൊണ്ട് പെട്ടെന്ന് കത്തിക്കോളൂ. കത്തി പിടിക്കുവേ. ഓ, പ്രായം ചെന്നവരുടെയും ചെയ്തോളും. പിന്നെ ഇച്ചിരൂടെ പതുക്കാന്നേ ഉള്ളൂ. സൂക്ഷിച്ച് പതുക്കെ മതി പാപ്പായും. എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്നു സൂസനെ. അങ്ങനെയാ ഇവിടുന്ന് മറ്റേ 2 പേര് പിടിച്ച് ഈ വാക്കറ് ഞാൻ ഫ്രണ്ടിൽ പോകും. ഡോക്ടർ പറഞ്ഞ് ഇത് എക്സസൈസ് ചെയ്യണം. ആദ്യം ഒരു 5 അടിയോ 10 അടിയോ ഒക്കെ ഇങ്ങനെ കുറേശ്ശെ നടത്തണമെന്നൊക്കെ പറഞ്ഞു. അത് ആ ഫ്രണ്ടിലെ റൂമിൽ പോയിരിക്കും. TV ഒക്കെ കാണും, വാർത്തയൊക്കെ കഴിഞ്ഞ് അവിടെ 5 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും കിടന്നു. പിന്നെ അവര് ഇങ്ങോട്ട് കൊണ്ടുപോയി. ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു 20 കിലോമീറ്റർ നടന്ന ക്ഷീണവും പ്രയാസം തളർച്ചയായിട്ട് ഇവിടെ കിടക്കും. അങ്ങനെ കിടങ്ങൂര് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ. ഇത് വേറെ അസുഖമൊന്നും ഇല്ലായിരുന്നു. ഈ മുട്ടിന് വേദന തുടങ്ങി അത് 3-4 മാസമൊക്കെ ട്രീറ്റ് ചെയ്തൊക്കെ കുറവായി നടക്കാറായി വന്നപ്പോഴാണ് ഞാനിവിടെ സ്വിച്ച് ഇടാനായിട്ട് കൈ നീട്ടി, കൈ എത്തിയില്ല. കൈ ആ മേശയിൽ ഇങ്ങനെ അടിച്ചു. എന്നിട്ട് ഈ മുട്ടിന്റെ ഈ ഭാഗം ആ മേശയുടെ പക്കത്തിടിച്ചു. അപ്പൊ കൊച്ചിക്കുന്ന് ഇവിടെ ഡോക്ടേഴ്സ് ഇവിടെ എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴേ ഇവിടെ ബോർഡുണ്ട്. ആ ബോർഡ് തകർന്നു പൊട്ടിപ്പോയി. അതുകൊണ്ട് അത് വെച്ച് പിടിപ്പിക്കുന്നു, ഓപ്പറേറ്റ് ചെയ്ത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി നടക്കണമെന്നോ ഓടണമെന്നൊന്നുമില്ല, അനങ്ങാതെ ഇരുന്നാൽ മതി. അതിന് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ചെയ്താൽ ഉപകാരമായിരിക്കുന്നു അവർ പറഞ്ഞു. ആ ബോർഡ് അവിടെ വെച്ചില്ലെങ്കിൽ, ഓപ്പറേറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഈ കാല് അനക്കാൻ സാധിക്കില്ല. ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടതെന്ന് നിർബന്ധമായിട്ടുള്ളത്. എന്നാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. പിറ്റേ ദിവസം ഓപ്പറേറ്റ് ചെയ്തു. ഓപ്പറേറ്റ് ചെയ്ത് അത് വെച്ച് കഴിഞ്ഞ് ഓപ്പറേഷന് മരവിപ്പിച്ചാണ് ഒരു പതുക്കെ എണീറ്റ് കുടിച്ചു. കാലത്തെ കുടിക്കേ ഇതടുത്തേക്ക് കൊണ്ടുപോകണോ? ഇപ്പോഴാ വൈകുന്നേരം കുടി തുടങ്ങിയിട്ട് 15 ദിവസമായിരുന്നു. 15-16 ദിവസമായി. മറ്റേ കുടിച്ചപ്പോഴത്തേക്കും പകുതി സൂക്കേടിന് കുറവായി. ആശ്വാസമായിരുന്നു അല്ലേ തന്നെത്താനെ കുളിക്കുമ്പോ? അതെ. പിന്നെ ജനറാമോളെ എന്നെ വിശേഷം വീട്ടിലെല്ലാം സുഖമായിട്ടിരിക്കുന്നു പപ്പായ. മമ്മിയൊക്കെ പിന്നെ ചേച്ചിയും പിന്നെ എന്റെ ട്വിൻ സിസ്റ്ററും ഉണ്ട് ഇവിടെ. ഈ കടതോടി കിട്ടിയതാ. അത് ട്വിൻ സിസ്റ്റർ കടതോടിയിലെ. അവളും പിന്നെ ചേച്ചിയും ഉണ്ട്. ചേച്ചിയും പിള്ളേരെല്ലാരും വീട്ടിലുണ്ട്. അവരെന്ന് വന്നു? അവര് ഇപ്പൊ വന്നിട്ട് 2 ആഴ്ച. അവിടെയും അവർക്ക് തണുപ്പ് കൂടുതലായി. ഇല്ല അവർക്കില്ല. കാരണം മറ്റേ ചേച്ചി ഫ്ലോറിഡയിലല്ലേ, ചേച്ചിക്ക് അവിടെ പ്രശ്നമില്ല. മറ്റേ ആൾക്ക് നല്ല തണുപ്പാ അവിടെ ഇംഗ്ലണ്ടിലെ. ടെക്സാസിൽ കഴിഞ്ഞ വർഷത്തെക്കാളും തണുപ്പാണ്. അതെ. ഇപ്പം അവിടെയും എല്ലാ വർഷവും ചെല്ലുമ്പോഴും തണുപ്പ് കൂടിക്കൊണ്ട് വരുവാ. ഫ്ലോറിഡ അല്ല, ഫ്ലോറിഡ ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള ഫ്ലാറ്റാ. നമ്മുടെ ഇവിടുത്തെ പോലത്തെ ചൂടാ അവിടെ. അവിടെ അങ്ങനെ തണുപ്പില്ല. അവിടെ ചൂടാ. ഹില്ലില്ല.
ഹില്ലില്ല, മലകളൊന്നുമില്ല. മലകളില്ലേ? ഇല്ല, ഫ്ലോറിഡയിലൊട്ടും ഇല്ല. മലകളൊന്നുമില്ല. ഫ്ലോറിഡയിൽ നമ്മുടെ ആളുകൾ ഒരുപാട് പേരുണ്ട്. ഒത്തിരി പേരുണ്ട്. ഇപ്പൊ ഈയിടത്തില് ഫ്ലോറിഡയിൽ നിന്ന് 3-4 കൂട്ടർ വന്നായിരുന്നു. ആണല്ലേ? അമ്മയുടെ അനീത്തിയുടെ മക്കൾ പിള്ളേരെല്ലാം അവിടെയാ. പിന്നെ ആരായി ഉഴവക്കാരുണ്ട്. ആണോ? ഉഴവൂർക്കാരൊക്കെ ഉണ്ടോ? അങ്ങനെ ആ സമയത്ത് വേറെ ഏതാണ്ട് പരിപാടി ഉണ്ടായിരുന്നു. അതാണ് പിന്നെ പെട്ടെന്ന് പോണായിരുന്നു. വൈകുന്നേരം പോകുന്നു പറഞ്ഞു, വൈകുന്നേരമൊക്കെ പറഞ്ഞു. ഞാൻ ഏതായാലും തിരിച്ചു ചെല്ലുമ്പോ തമ്മയങ്ങളിൽ അങ്ങോട്ടാ പോകുന്നേ. അപ്പൊ തമ്മയങ്ങളോട് എന്തെങ്കിലും പറയണോ? വിഷയമൊന്നുമില്ല. എന്നാലും ഇപ്പൊ വളരെ ബെറ്ററായി. വിളിക്കുന്നുണ്ടല്ലോ മിക്ക ദിവസമായി. ഞാൻ ഇന്നലെ വൈകുന്നേരം ടെസിയുടെ കൈയൊടിഞ്ഞ വിവരം അറിയുന്നത്. ടെസിയുടെ കൈ ഞാൻ പോരുന്നതിന് തൊട്ടുമ്പോ ഒടിഞ്ഞത്. അന്നേരം ഞാൻ പോയിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ടാ ഞാൻ പോകുന്നത്. കുഴപ്പമില്ല. പ്ലാസ്റ്ററൊക്കെ ഇട്ട് ഒട്ടിച്ച് ഇത് വെച്ചേക്കുവാ. ഹോസ്പിറ്റലിൽ പോകാൻ ഹോസ്പിറ്റലിൽ പോയാണ് പ്ലാസ്റ്ററൊക്കെ ഇടിച്ചത്. ഇപ്പൊ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോണെങ്കിൽ റെസ്റ്റ് എടുക്കുക. ജോലിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ ഒന്നേ. കാരണം അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ടിഫിനിയും ടോണിയും ടീനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസേ. അപ്പൊ ഞാൻ വർത്താനം പറഞ്ഞായിരുന്നു. ടിഫിനിയായിട്ട് വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു പോരുന്നതിന് തൊട്ട് മുമ്പായിട്ട്. ടോണിയും ടീനയ്ക്കും മാത്രമേ ഉള്ളൂ അറിയത്തുള്ളായിരുന്നു ഞാൻ വരുന്ന കാര്യമൊക്കെ. അപ്പം ഞാൻ ആരോടും പറഞ്ഞില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് സർപ്രൈസ് ചെയ്യാൻ നോക്കത്തോണ്ടേ. വിളിക്കാറുണ്ട് സാധാരണ. ആണോ? തന്നെ കഴിഞ്ഞ വർഷം വന്നോ? അതെ. ടോണിയെ വിളിക്കാറുണ്ടോ പാപ്പായി? ടോണിയെ വിളിക്കാറുണ്ടോ? ടോണിയൊക്കെ വിളിക്കാറുണ്ട്. ടോണിയെ വിളിച്ചോ? ടോണിയെ വർത്താൻ പറഞ്ഞാ പാപ്പായിട്ട്? പിന്നെ ഒരു വർഷമായല്ലേ? ഇല്ലെന്നേ, കുറച്ച് ദിവസമായോ? 2-3 ആഴ്ചയേ ഉള്ളൂ. ആണോ? ഓക്കെ. ടീനായിട്ട് വർത്താൻ പറഞ്ഞായിരുന്നു? ടീനായും ഫുള്ളായിട്ടും വർത്താൻ പറഞ്ഞു. നല്ലതല്ലേ? അവരിപ്പം ഇപ്പൊ ഏതായാലും ടോണിയാണെങ്കിൽ വർത്താൻ പറയുമ്പോ എങ്ങനെയാ? ഇംഗ്ലീഷാണോ വർത്താൻ പറയുന്നത്? ഇല്ല, ഒത്തിരി നമ്മുടെ കാലിഫോർണിയയിലല്ലേ, അവിടെ ഹസ്ബൻഡിന് മലയാളം അർത്ഥം അറിയാൻ മേല. ആണ്ട് ഈ അമ്മച്ചി എവിടെയാ? അല്ല, ഇവിടെയാ. പിന്നെ സ്ലജിനോട് എന്തെങ്കിലും പറയണോ? സ്ലജിനോട് സ്ലജിനോട് ഏതെങ്കിലും അവിടെ നോക്കാൻ അല്ലെങ്കിൽ ഇവിടെ ഇവരുള്ളത് ഞാൻ പറഞ്ഞു നോക്കാറാ. അപ്പൊ ഈ പെണ്ണിന്റെ കാര്യമൊന്നും അന്വേഷിച്ചു നോക്ക്. ഞാൻ ചോദിക്കാം. വാഷിംഗ്ടണിലുള്ളത് അതെനിക്ക് തോന്നുന്നു ഒന്ന് പറഞ്ഞായിരുന്നെന്ന് തോന്നുന്നു. ഒന്ന് പറഞ്ഞായിരുന്നു അവനോട്, വാഷിംഗ്ടണിലുള്ളത്. പറഞ്ഞ. പിന്നെ ടിഫിനിയോടും ടോണിയും ടീനയോടും എന്നാ പറയണ്ടേ? അവരൊന്നും വിശേഷമൊന്നും പറഞ്ഞില്ല. സുഖമായിട്ടിരിക്കുന്നോ? അല്ല, അവരോട് പാപ്പയ്ക്ക് എന്തെങ്കിലും അവരോട് പറയാനുണ്ടോ? ഞാൻ അവിടെ ചെല്ലുമ്പോ അവരെ കാണും. അവരോട് എനിക്ക് കുറെ ബെറ്റർ ആയിരുന്നു, ഉടനെ പോകുന്നില്ല എന്നാ തോന്നുന്നു. നേരത്തെ ഞാൻ പോകാമെന്നുള്ള പ്രതീക്ഷയിൽ ഉറച്ച് ഇരിക്കായിരുന്നു. പക്ഷെ അത് തെറ്റി. ഇപ്പം കുറവായി, പ്രതീക്ഷിച്ചതിലും കുറവായി.
പിന്നെ പിന്നെ പാ- ഇത് ഫെബ്രുവരി അല്ലേ, മാർച്ച് 28 എൻ്റെ ബർത്ത്ഡേ. ആ അതെ 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 നെക്സ്റ്റ് മന്ത്. അതെ 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 കഴിഞ്ഞ വർഷം എല്ലാവരും വന്ന് സെലിബ്രേറ്റ് ചെയ്തായിരുന്നല്ലോ, ശരിയല്ലേ? എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. പിന്നല്ലേ. പിന്നെ ഷൈൻ വിളിക്കാറുണ്ട്. അവനിപ്പോ ഒരു പുതിയ ജോലി കണ്ട് കിട്ടി. ആ ജോലിയിലായതുകൊണ്ട് ഇപ്പൊ പോന്നാൽ തിരിച്ചു ചെല്ലുമ്പോഴത്തേന് ആ ജോലി പോയെന്ന് വരും. സ്ലജനും അങ്ങനെയാ. സ്ലജനും അതാ. സ്ലജനും ആണെങ്കിൽ ഇപ്പൊ ഒരു പുതിയ ജോലി കിട്ടിയേക്കുവാണേ. അത് കാരണം ഇപ്പൊ അവധി കിട്ടുന്നില്ല. അങ്ങനെ ആ തമ്പിയങ്കളും ഇങ്ങനെ വറീഡായിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു പാപ്പായുടെ ഇത്, പാപ്പായെ പറ്റിയേ. പാപ്പായ്ക്ക് ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ, കുറവാണല്ലോ അല്ലേ? കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഒരാളുടെ സഹായം കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റും. പതുക്കെ 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 മതി, പതുക്കെ കാലം. അത് ഈ ഓപ്പറേഷൻ ചെയ്ത ഈ വലത് കാല് ഭാരമാണ്. വേദനയുണ്ട്. ആണല്ലേ? കുഴപ്പമൊന്നുമില്ല. പാപ്പായ കടന്നോ? അല്ല, ഒരുപാട് നേരം കിടന്നാലും പ്രശ്നമാണ്. ആണോ? കിടപ്പല്ലായിരുന്നു 2-3 മാസം. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാക്കർ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവേ. അത് നല്ലതല്ലേ അല്ലേ? പിന്നെ അതൊന്നും കുഴപ്പമില്ല. പിന്നെ 100 വയസ്സായവർ ഈ ഫാമിലിയിലായാലും നമ്മുടെ ഫാമിലിയിലായാലും ഉണ്ടായിട്ടില്ല. നമ്മുടെ റിലേറ്റീവ്സ് ആരും തന്നെ 100-ലെത്തിയിട്ടില്ല. പിന്നെ ഈ പള്ളി ഇടവകയിൽ 175 ഫാമിലീസ് ഉണ്ട്. ഒരുത്തരും 100 വയസ്സെത്തിയിട്ടില്ല. പിന്നെ എൻ്റെ കൂടെ പ്രൈമറി സ്കൂളിൽ പഠിച്ച ഒരു ചേട്ടനുണ്ട്, ഈഴവനുണ്ട്, ഇവിടെ അടുത്താറുണ്ട് വീട്. അവര് 99 വയസ്സ് കഴിയാറായി. 2-3 മാസം കൂടെ ഉള്ളൂ. അവന് ഒരു കുഴപ്പമില്ല, ചെവി ഒട്ടും കേൾക്കാൻ പറ്റില്ല, 2 ചെവി. അങ്ങനെയുണ്ടല്ലേ? പാപ്പയ്ക്ക് നന്നായിട്ട് കേൾക്കുകയും ചെയ്യാം. എനിക്ക് ചെവി കേൾക്കാം, പിന്നെ കണ്ണ് നന്നായിട്ട് കാണാം, മെമ്മറിക്ക് ഒരു കുഴപ്പമില്ല, പിന്നെ വായിക്കാം. അങ്ങനെ ഈ 3 കൂട്ടം വാർദ്ധക്യമാകുമ്പോഴത്തേക്കും മിക്കവാറും ആളുകൾക്ക് തകരാറും. എന്നെ ബാധിച്ചിട്ടില്ല ദേവരി. ശരിയാ. പക്ഷെ ഈ ആക്സിഡന്റ് ഉണ്ടാകാതിരുന്നെങ്കിൽ ഇപ്പൊ നടക്കായിരുന്നു. ആഴ്ചയോടെ അല്ലേ? അതെ. ഈ മുട്ടിന് വേദന ആദ്യം തുടങ്ങിയത്, അത് ചികിത്സിച്ചൊക്കെ മരുന്നൊക്കെ ഉണ്ടാക്കി അത് കുറഞ്ഞ് നടക്കാറായപ്പോഴാണ് ഈ ആക്സിഡന്റ് ഉണ്ടായത്. കുഴപ്പമില്ല, ഇനിയിപ്പോ പാപ്പായ ഇച്ചിരി സൂക്ഷിച്ചാ മതി. അതെ ഉള്ളൂ. ഇനിയിപ്പോ 100 വയസ്സുകാർ ഈ പ്രദേശത്ത് നിൽക്കുമ്പോഴടക്കം ഈ ഭാഗത്തുകളായിരുന്നു തന്നെ. കഴിഞ്ഞ വർഷമായില്ല, 8 മാസമായുള്ളൂ. ഞാൻ നന്നായിട്ട് അറിയുന്നതല്ല, നടക്കുമ്പോഴല്ല. പക്ഷെ അവർക്ക് അവസാനമായപ്പോഴത്തേക്കും ക്ഷീണമായി, ബോധമില്ലാതായി, എല്ലാം നശിച്ചു. അങ്ങനെ ചിലർക്കെല്ലാം 70-80 വയസ്സാകുമ്പോഴത്തേക്കും മറവി ഉണ്ടാവും, ഓർമ്മയില്ലാതെ. പാപ്പായുടെ മണ്ണ് ചികിത്സയൊക്കെ കാരണമാണോ? മണ്ണ് ചികിത്സ അതൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത് കാണും അല്ലേ പാപ്പായെ? പിന്നെ വലിയ ട്രബിൾ ഇല്ലായിരുന്നു അന്നേരം ഈ കുഴപ്പമുണ്ടായത്. ഇതിപ്പം വലിയ കുഴപ്പമല്ലല്ലോ. അത് വളരെ കുറഞ്ഞപ്പം തമ്പിയോട് പറഞ്ഞാൽ വിഷമമൊന്നുമില്ല, കുഴപ്പമില്ല, പതുക്കെ വരാൻ അവധി കിട്ടുമ്പോഴേ. ടിബിനി വിളിച്ചായിരുന്നു, സന്തോഷം. ടിബിനി കഴിഞ്ഞ വർഷം തന്നെത്താനൊന്നും വന്നല്ലോ. 15 ദിവസത്തേക്ക്. അതെ.
അവർക്ക് ഇനി എത്ര വർഷം കൂടെ ഉണ്ട്? അവർക്ക് എനിക്ക് അത്ര അറിയത്തില്ല പാപ്പായി, അത്ര അറിയത്തില്ല. ഇപ്പോൾ ഒത്തിരി നാളില്ലായിരിക്കണം. ഏതാണ്ട് 4-6 വർഷത്തെ കോഴ്സാണ്. അങ്ങനെ ഏതാണ്ടാ. ഇപ്പം 2-3 വർഷം ഏതാണ്ട് കഴിഞ്ഞല്ലോ. അവൾ പഠിക്കാൻ കുഴപ്പമില്ലെന്ന് തോന്നുന്നല്ലേ? പഠിക്കാം. ടോണിയായും കുഴപ്പമില്ല. ടോണിയായും കുഴപ്പമില്ല. പിന്നെ അവളെ ഇച്ചിരി ആണെങ്കിൽ ഒന്ന് ഉന്തണം. ടോണിയ ഇച്ചിരി ഒന്ന് ഉന്തണം. പക്ഷെ എന്നാലും കുഴപ്പമില്ല. 3 പേരും നല്ല മെഡിക്കുകളാണ്. 3 പേരും നല്ല മിടുക്കികളാണ്. പിന്നെ ടീനയ്ക്ക് പൊക്കം വെച്ചു അല്ലേ? ആർക്കാ? ടീനയ്ക്ക്? ടീനയ്ക്ക് നല്ല പൊക്കം വെച്ചു. പാപ്പായുടെ പൊക്കാന്ന് തോന്നുന്നു കിട്ടിയത്. അവളിപ്പം 9ലേക്ക് കയറി. 9ലേക്ക് കയറി. അങ്ങനെ അവധി കിട്ടിയല്ല. അതിനിപ്പം അവധി കിട്ടത്തില്ലേ, അതാണ്. Arrogance, pride, and vanity. The girl has some audacity. What does she know? How is she so sure? Just who is she to judge me? Arrogance, pride, and vanity. Roll them up, you'll get Darcy. Where has he been and what has he seen? To think he can judge my country. The smile from her eyes is a rarity. Can't find a thought to which she might agree. Rip you to shreds over a joke she didn't get. What a waste, God had to make her so pretty. A fish out of water, to say the very least. Scared to walk on the street, dirty his feet. Tries to fit in, it's a game that he won't win. He can wear our clothes, but let's see him beat our heat. She'll point at you and laugh openly. Can't turn down a dance gracefully. She has her own mind, can be a bit unkind. Just try saying anything about her dear country. Why is he here, always staring at me? Never looking indeed to really see. He has made up his mind. We are poor and behind, and thinks we should behave accordingly. Arrogance, pride, and vanity. The girl has some audacity. But why do I care how this matters to bear? This desire to show the real me. Arrogance, pride, and vanity. Roll them up, you'll have Darcy. But why do I care? Have this mad need to share the centuries of magic that have made me.